So, hi students. നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് നോക്കുന്നത് വേർഡിലെ മൈക്രോസോഫ്റ്റ് വേർഡിലെ. നമ്മൾ കഴിഞ്ഞ രണ്ട് പാർട്ടിലുമായിട്ട് നമ്മൾ ഹോം സെക്ഷൻസ് ഫുള്ളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇൻസേർട്ട് സെക്ഷനിൽ ഉള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇൻസേർട്ട് സെക്ഷനിൽ ഞാൻ കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്, ടേബിൾ ഒക്കെ നോക്കിയായിരുന്നു. ഷേപ്സും കാണിച്ചു തന്നു. ഇനി നമുക്ക് ചാർട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ചാർട്ട് നമുക്കൊരു കമ്പൽസറി നമ്മുടെ സിലബസിലുള്ളതാണ്. നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നതാണ്. സോ ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ഓരോ ചാർട്ടിൻ്റെയും പേര് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം. കോളം ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ, ബാർ, ഏരിയ, XY, സ്കാറ്റർ ചാർട്ട്. അപ്പോൾ ഓരോ ചാർട്ടും ഓരോ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദി ഡേറ്റാസ്. ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ചാണ് നമ്മൾ ഓരോ ചാർട്ടും പ്രിപ്പയർ ചെയ്യുന്നത്. കോളം ചാർട്ട് തന്നെ പലതരത്തിലുണ്ട്. കണ്ടോ, റെക്ടാങ്കുലർ ഷേപ്പ് ഉണ്ട്, സിലിണ്ടറിക്കൽ ഉണ്ട്, പിരമിഡൽ ഷേപ്സിലുള്ളതുണ്ട്, ലൈൻ ചാർട്ട്സ് അതിന് കാണാം. അപ്പോൾ ഇതിൽ നമുക്കൊരു കോളം ചാർട്ട്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കോളം ചാർട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. സോ വി ക്യാൻ ലൈക്ക് ടേക്ക് എ ബ്ലാങ്ക് പേജ്. എവിടെയെങ്കിലും നിന്ന് കഴ്സർ വെക്കുക, എവിടെയാണോ ചാർട്ട് വേണ്ടത് അവിടെ വെക്കുക. ഡബിൾ ക്ലിക്ക് ഓൺ ദി കോളം ചാർട്ട്. നിങ്ങൾക്കിവിടെ ഒരു ചാർട്ട് കണ്ടോ ഇതുപോലെ അപ്പിയർ ആവും. ഒരു എക്സൽ ഫയലും ഇൻ പാരലലി വിത്ത് ദി വേർഡ് ഫയൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും. സോ ഇവിടെ ഈ കാറ്റഗറി എന്ന് കാണിച്ചിരിക്കുന്നതൊക്കെ ഇവിടെ കാണാം. കാറ്റഗറി 1, 2, 3, 4. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഓരോ കുട്ടിയുടെ പേരാണ് കൊടുക്കുന്നതെന്ന് വയ്ക്കുക. ഫോർ എക്സാമ്പിൾ മനു, റാം, കിരൺ, അലോക്. ഓക്കെ, സീരീസ് 1. സോ 4 കുട്ടികളുടെ 3 സബ്ജക്റ്റിന്റെ മാർക്സ് ആണ് ഞാനിവിടെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 3 സെമസ്റ്ററിന്റെ മാർക്സ് ആയിട്ട് കൊടുക്കും. 3 സെമസ്റ്ററിന്റെ പെർസെൻറ്റേജ് ആയിട്ട് കൊടുക്കാം. സെം 1, സെം 2, സെം 3. ഓക്കെ, സോ ഓരോ സെമ്മും എന്നിട്ട് നമുക്ക് ഇതെല്ലാ ഡേറ്റാസും ഒന്ന് ഡിലീറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്യാം. സോ സെം 1, സെം 2, സെം 3 ഒരു കുട്ടിയുടെ നിലവാരം അല്ലെങ്കിൽ 4 പേരിൽ ആരാണ് ബെസ്റ്റ് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാം. സോ മനുവിന് സെം 1ന് 65% ആണ്. ജസ്റ്റ് ഇമാജിൻ. സോ 65%. പെർസെൻറ്റേജ് സിമ്പൽ ഇവിടെ ഷിഫ്റ്റ് ഫംഗ്ഷൻ കീയിലെ 5 ക്ലിക്ക് ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് സിമ്പൽ വരും. ദെൻ റാമിന് വന്നിട്ട് 70% ആയിരുന്നു. കണ്ടോ, അപ്പോൾ ഓരോ ഡേറ്റാസും അതനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടുത്തെ Y ആക്സിസിലെ ഡേറ്റാസ് മാറി തന്നെ വരും. Y ആക്സിസിലുള്ള ഈ നമ്പേഴ്സ് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കിരണ 55% ആയിരുന്നു. അലോകിന് 60% ആയിരുന്നു. ഓക്കെ, സോ ലൈക്ക് ദിസ് സെം 2 ഓൾസോ വി ക്യാൻ ഗിവ് ലൈക്ക് 72%. And for Ram 75%. For 82%. Alog is like 63%. കണ്ടോ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള 2 സെം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. കിരൺ തന്നെ ഒരു സെം 2 കൂടുതലാണ്, പക്ഷെ സെം 1 കുറവാണ്. പക്ഷെ റാം ആണെങ്കിൽ കൺസിസ്റ്റൻസി കാണിക്കുന്നുണ്ട് അല്ലേ. 2 സെമ്മിലും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്നുണ്ട്. സോ സെം 3 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് one person have 82%, another one have 76%, another person have 69%, another person have 83%. അപ്പോൾ ഇവരെ 3 പേരെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല പെർഫോമർ ഓഫ് ദി 3 സെമസ്റ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റാമിനെ ചൂസ് ചെയ്യാം. അല്ലെ, കാര്യം റാം 3 സെമ്മിലും 70 എബോവ് ആണ്. പക്ഷെ ബാക്കി എല്ലാവരും ഒരേ സെമ്മിൽ മാത്രമേ 70 എബോവ് ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 70 താഴെയാണ് അല്ലേ. നമുക്ക് റാമിനെ ബെസ്റ്റ് പേഴ്സൺ ആയിട്ട് ചൂസ് ചെയ്യും. സോ ദിസ് ഈസ് ഹൗ ആക്ച്വലി വി നീഡ് ടു പ്രിപ്പയർ എ ചാർട്ട്. ഇനി ചാർട്ടിന് ക്വിക്ക് സ്റ്റൈൽസ് ഉണ്ട്. കണ്ടോ, ക്വിക്ക് സ്റ്റൈൽസ് ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള പാറ്റേണിൽ അതിൻ്റെ ഭംഗിക്കനുസരിച്ച് നമുക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാം. ഇപ്പോൾ നമ്മളൊരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു 50 ചാർട്ട് ഉണ്ടെങ്കിൽ 50 ചാർട്ട് 50 ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ,
ദിസ് ഈസ് ഓൾസോ എ ക്വിക്ക് ലേ ഔട്ട്. നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ലൈൻസ്, ഡേറ്റാസ് കണ്ടോ. ഇവിടെ തന്നെ നമുക്ക് ആ ഡേറ്റാസ് എല്ലാം കാണിക്കണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഓൺ സെം 1 ഒറ്റ ചാർട്ട് മാത്രം മതി, താഴെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ഓരോ പാറ്റേൺസും നമുക്ക് ലാബിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇനി എനിക്ക് ചാർട്ടിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എനിക്കത് സിലിണ്ടറിക്കൽ ആക്കണമെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്യാം. കണ്ടോ. അപ്പം നമുക്കൊരു ഡേറ്റ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോർമാറ്റ് ഏതാണോ ആ ഫോർമാറ്റ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ലൈൻ ചാർട്ട്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം എന്നില്ല. യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് ചിലപ്പോൾ അത് ഈസിലി ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. കണ്ടോ. സോ ദിസ് ഈസ് സം ഓഫ് ദി ചാർട്ട് ടൈപ്സ്. സോ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ നെക്സ്റ്റ് ആണ് സ്ക്രീൻഷോട്ട് ഓപ്ഷൻസ്. നമ്മളൊക്കെ മൊബൈലിൽ അല്ലെങ്കിൽ അതിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ സ്ക്രീൻഷോട്ട് ഓപ്ഷൻസ് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് തിങ് നമ്മൾ നോക്കാനുള്ളതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻസ്. നമ്മൾ എല്ലാ പേജും കൊടുക്കുമ്പോൾ, നമ്മളിപ്പോൾ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഹെഡറിൽ നമ്മൾ കൊടുക്കുന്നതെല്ലാം എല്ലാ പേജസിലും അത് വന്നിരിക്കും. ഫോർ എക്സാമ്പിൾ ഐ എം ഗിവിംഗ് മൈക്രോസോഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർമാർക്ക് പോലെ ഞാൻ എടുക്കുന്ന എല്ലാ പേജസിലും അത് ഉണ്ടാവും. കണ്ടോ. ഹെഡറിൽ മാത്രമേ ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇനി ഫോർ എക്സാമ്പിൾ എനിക്ക് അത് ഫൂട്ടറിൽ എന്തെങ്കിലും എനിക്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ ഫൂട്ടറിൽ കണ്ടോ MES കോളേജ് ലോജിസ്റ്റിക്സ് പ്രോജക്റ്റ് okay. So this is some of the different and this is how actually we need to give a header and footer. So header and footer il thanne kanda idinte distance namukku ivide change cheyan sadhikkum. Header and footer inde kando adinte mugallottakkano thaazhottakkano enganeyanullathu adu cheyyam. First page il vere different odd and even pages vere aanengil angane cheyyam. Kando. So these are some of the things that we need to ഹെഡറിലും പോകണമെങ്കിൽ പെട്ടെന്ന് ഫൂട്ടറിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ്. ദീസ് ആർ സം ഓഫ് ദി തിങ്സ് ദാറ്റ് വി നീഡ് ടു. ഇനി നമ്മുടെ ഡേറ്റ്സ് ആണ്, ഇന്നത്തെ ഡേറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഓപ്ഷൻ കൊടുക്കാം. കണ്ടോ. ഹെഡറിലാണെങ്കിൽ ഹെഡറിൽ, ഫൂട്ടറിലാണെങ്കിൽ ഫൂട്ടർ. ഓക്കെ. ഫൈൻ. സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഇൻസേർട്ടിൽ തന്നെ പേജ് നമ്പേഴ്സ്. പേജ് നമ്പർ നമുക്ക് എവിടെയാണോ വേണ്ടത് അതിൻ്റെ പൊസിഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാം. കണ്ടോ. സെക്കൻഡ് പേജ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. നമ്പർ ഓഫ് പേജ് നമുക്ക് എത്ര പേജസ് ഉണ്ടോ അതനുസരിച്ച് തന്നെ അത് അതിൻ്റെ പൊസിഷൻ നമ്പേഴ്സ് ഓട്ടോമാറ്റിക്കലി അത് ഇട്ട് പോയിക്കോളും. ഓക്കെ. സോ നെക്സ്റ്റ് ആണ് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ എവിടെയെങ്കിലും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ന്യൂസ് ലെറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെക്സ്റ്റ് ബോക്സസ് കൊടുക്കുന്നുണ്ട് അല്ലേ. വേർഡിൽ എവിടെയെങ്കിലും നമുക്കൊരു ടെക്സ്റ്റ് ബോക്സസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ടെക്സ്റ്റ് ബോക്സസ് യൂസ് ചെയ്യാം. ആ ബോക്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈൻസ് കണ്ടോ. ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഫോണ്ടിൻ്റെ ഡിസൈൻസ്, ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻസ്. സോ ഇതൊക്കെ നമുക്ക് ഓരോ ഫീച്ചേഴ്സും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ദെൻ വേർഡ് ആർട്ടൊക്കെ നമ്മൾ കൊച്ചിലെ തന്നെ നമ്മൾ പെയിന്റിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് വേർഡ് ആർട്സ്. ഓക്കെ. വേർഡ് ആർട്ട് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. സോ ദീസ് ആർ സം ഓഫ് ദി തിങ്സ്. വേർഡ് ആർട്ടിനും അതേപോലുള്ള ഷേപ്പ് എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നൽകാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വേർഡിലുള്ള വേറെ പ്രോപ്പർട്ടീസ് ആണ്. കണ്ടല്ലോ. ഇക്വേഷൻസ്, പലതരത്തിലുള്ള ഇക്വേഷൻസ് ഇവിടെ കാണും. ഓരോ ഇക്വേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. കണ്ടോ. A=πr². ഇത് അല്ലാണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ ഷോർട്ട് ഫോം ആയിട്ട് കൊടുക്കുന്നതാണല്ലോ. ഓരോ ഇക്വേഷൻസ് കൊടുക്കുമ്പോഴും നമുക്കിവിടെ
ഫാരൻഹീറ്റ് ആണെങ്കിൽ, ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അങ്ങനെ, ഡോളർ സിമ്പിൾ ആണെങ്കിൽ അങ്ങനെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, കണ്ടോ ഫ്രാക്ഷൻ ആയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അങ്ങനെ, ഇനി റാഡിക്കൽ ഇക്വേഷൻസ് ആണ് ആഡ് ചെയ്യേണ്ടതിൽ അങ്ങനെ. സോ ഇതൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് ടൂൾസ് യൂസ് ചെയ്തിട്ടാണ്. ഇതേ ടൂൾസ് നമുക്ക് എക്സെല്ലും അവൈലബിൾ ആണ്. പക്ഷേ വേർഡിലാണ് കുറച്ചുകൂടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് വേർഡിൽ ആയി. ഓക്കെ, ഇതുപോലെ തന്നെ സിമ്പിൾ ഓപ്ഷൻസ് നമുക്ക് കാണാം. കണ്ടോ, മോർ സിമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിമ്പിൾസ് നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെയുള്ള #, പെർസെൻറ്റേജ് അങ്ങനെയുള്ള സിമ്പിൾസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാം. ഉണ്ടോ, എനിക്കിവിടുത്തെ ഫോണ്ട് നമുക്ക് ഇത്രയും ഡിഫോൾട്ട് ഫോൺസേ ഉള്ളൂ. അപ്പോൾ ഡിഫോൾട്ട് ഫോൺസിൽ പറ്റുന്ന രീതിയിലുള്ള ചേഞ്ചസ് വരുത്തുന്ന രീതിയിലുള്ള സിമ്പിൾസ് നമുക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ആഡ് ആയിട്ടുണ്ടല്ലോ. So these are some of the things, main things that we need to learn from the insert tab. Next tab ആണ് പേജ് ലേഔട്ട്. അപ്പോൾ പേജ് ലേഔട്ടിൽ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ് ഒന്ന് മാർജിൻസ്. കണ്ടോ, നമ്മൾ പ്രിന്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കൂടുതലും നമുക്ക് യൂസായി വരുന്ന ഏരിയയാണ് മാർജിൻസ്. നാരോ ആണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ സൈസ് ചേഞ്ച് ആവുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. കണ്ടോ, പേജ് ഓറിയന്റേഷൻ നിങ്ങൾക്ക് അറിയാം. ലാൻഡ്സ്കേപ്പിലാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് വേണ്ടതെങ്കിൽ അങ്ങനെ, അല്ല പോർട്രേറ്റിലാണെങ്കിൽ അങ്ങനെ ചേഞ്ച് ലാൻഡ്സ്കേപ്പ്. ദെൻ സൈസ് കണ്ടല്ലോ, A3, A എക്സിക്യൂട്ടീവ്, ലീഗൽ, ലെറ്റർ. ഇത് ഓരോ ടോട്ടൽ നമ്മുടെ ആ ഒരു ഷീറ്റിന്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതാണല്ലോ. A3 എന്ന് പറയുമ്പോൾ ഇത്രയും 2 A4 ചേരുന്നതാണ് ഒരു A3 എന്ന് പറയുന്നത്. ദെൻ ലീഗൽ സൈസ് ഇതാണ്. നമ്മൾ ലീഗലായിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ലൈറ്റ് ഗ്രീൻ കളർ പേപ്പേഴ്സിൻ്റെ ഒക്കെ ലെങ്താണ് ഈ ലീഗൽ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സാധാരണ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത് A4 ഷീറ്റ്സ് ആണ്. സോ A4ന്റെ സൈസ് കൊടുത്ത് തന്നെ എപ്പോഴും ചെയ്യുക. പ്രിന്റ് എടുക്കുന്നതിന് മുന്നേക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ കോളംസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ കോളംസ് കണ്ടല്ലോ, ന്യൂസ് പേപ്പറിൽ സ്ഥിരം നമ്മൾ 1, 2, 3 കോളമായിട്ട് കാണാറുണ്ട്. കണ്ടോ, സോ നമ്മളെ ഹോൾ മാറ്റേഴ്സിന് നമുക്ക് ഡിവൈഡ് ചെയ്ത് സ്പേസ് കുറച്ചുകൂടെ കൺസ്യൂം ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും നമ്മൾ കോളംസ് ഓപ്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. എനിക്കത് എത്ര കോളംസ് ആയിട്ട് വേണമെങ്കിലും, എനിക്ക് 2 കോളംസ് ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ, ഇല്ല കൂടുതലും ഈ ഭാഗത്തും കുറച്ച് ഈ ഭാഗത്തുമാണ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. സോ ദീസ് ആർ സം ഓഫ് ദി മെത്തേഡ്സ് we can use to divide the content into different kind of paragraph formats and etc. Okay, so next class തൊട്ട് നമുക്ക് watermark, page borders ഒക്കെ ഡിസ്കസ് ചെയ്യാം. Thank you.